വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, കുറേ നാളായല്ലോ നമ്മുടെ ആനക്കുട്ടന്മാരെയൊക്കെ കണ്ടിട്ടെന്ന്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ദേ ആ വളവ് തിരിഞ്ഞ് വന്നപ്പോൾ ദാ നിൽക്കുന്നു നമ്മുടെ ആനക്കുട്ടന്മാർക്ക് വേണ്ടി തീറ്റ വെട്ടി നിൽക്കുന്ന ഈ വണ്ടി കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്നു. അപ്പോൾ ഇനി നമ്മുടെ ഈ സഹോദരങ്ങൾ കുറച്ച് ആനയ്ക്ക് വേണ്ടിയുള്ള തീറ്റ വെട്ടുന്ന കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലപ്പോൾ. സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായി നമ്മളൊരു ആനയൊക്കെ കണ്ടിട്ട്. അപ്പോൾ പെട്ടെന്ന് ആ വളവ് തിരിഞ്ഞ് വന്നതും നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ ആനയ്ക്ക് വേണ്ടിയുള്ള തീറ്റയൊക്കെ വെട്ടി ലോഡ് ഇങ്ങനെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്നു, കുറച്ച് നേരം അവരോട് സംസാരിച്ചു. ഒത്തിരി സന്തോഷം തോന്നി അവരോട് ആ സമയം സ്പെൻഡ് ചെയ്തപ്പോൾ. അപ്പോൾ ആ കാഴ്ചയാണ് ഇതൊക്കെ. ആനകളെ തല്ലുന്നതും കുത്തുന്നതായിട്ടുള്ള അങ്ങനെയായിട്ടുള്ള വീഡിയോകളും അങ്ങനെയായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കാണാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം. ഒരുപക്ഷെ ചില ആനപ്രേമികൾക്കെങ്കിലും അങ്ങനെ താല്പര്യം. എന്നാൽ നമ്മൾ നമ്മുടെ പൂരപ്പറമ്പുകളിലും ഉത്സവപ്പറമ്പുകളിലൊക്കെ ആനകളെ കൊണ്ടുവന്ന് നിർത്തുന്ന പാപ്പാന്മാർ അത് ചെയ്യുന്നു, ആനകളെ മൃഗീയമായി പീഡിപ്പിക്കുന്നു പറഞ്ഞുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും ഭയങ്കര ഇഷ്ടം. പക്ഷേ അവരുടെ ഇങ്ങനെയുള്ള ഇതിൻ്റെ പിന്നാമ്പുറം നടക്കുന്ന ഇങ്ങനെയുള്ള കാഴ്ചകളും എല്ലാവരും കാണണം. അവരും അധ്വാനിച്ചിട്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ ആനകളെ പരിപാലിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളും കൂടി നമ്മൾ ഇത് കണ്ടപ്പോൾ ഷൂട്ട് ചെയ്തു, നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഇതും കൂടി നിങ്ങളെല്ലാവരും കാണുക, അവരുടെ ഒരു കഷ്ടപ്പാട്. ഇത് ഏകദേശം ഞാൻ 5:30 വർക്ക് കഴിഞ്ഞ് വരുമ്പോഴാണ് കണ്ടത്. അപ്പോൾ 5:30 മുതൽ അവർ അതിന് മുന്നേ മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാഴ്ചകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം അത്യാവശ്യം പട്ടകളൊക്കെ അവർ വണ്ടിയിൽ കയറ്റി ലോഡ് ചെയ്ത് ഇത് ഗോവിന്ദാപുരം ഭാഗത്തുള്ള അങ്ങോട്ടാണ് പോകുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഇതേ നമ്മുടെ വണ്ടി അതാ കടന്നു പോകണു. ഒത്തിരി സന്തോഷം തോന്നി. നമ്മുടെ എല്ലാ ഗജപ്പിറവികളും അവരെ പൊന്നുപോലെ പരിപാലിക്കുന്ന എല്ലാ ആനക്കാരും നല്ല ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.